ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിക്കുസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കുസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഈവനിങ് റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 3:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ഉപ്പുമുളക് കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈവനിങ് റൊട്ടി എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഇനി ഉപ്പുമുളക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈവനിങ് റൊട്ടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈവനിങ് റൊട്ടീൻ ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ ഹോം ടൂറിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീടിൻ്റെ മോൾ ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം മൊത്തം ഈ ഞായറാഴ്ചയാണ് ഈ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫുള്ള് ഇതാണ് സെൻറ്റർ ഭാഗം. ബസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളൂ. ഇന്ന് ആകെ എല്ലാ ദിവസവും അപേക്ഷിച്ച് ഇന്ന് ആകെ ഒരു ആൾ താമസം പോലെ, ഒരാൾ പോലെ പോകാത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ പോകണല്ലോ. കണ്ട സെൻറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ പോകണല്ലോ. ഈ വഴി ടച്ച് ചെയ്ത ബസ്സുകളാണ് പോയത്, തൃശ്ശൂർക്കുള്ള ബസ്സുകളാണ് പോവുക. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വീടിൻ്റെ ടോപ്പ് വ്യൂ. ഇതാണ് നമ്മുടെ വീട്. ഞാൻ വ്ളോഗിൽ ഹോം ടൂറിൽ കാണിച്ചിരുന്നു. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഫ്ലൈ മാർട്ട്. അതാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കട വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് കട തുറക്കാറ്, ഞായറാഴ്ച കാരണം. അല്ലെങ്കിൽ രാവിലെ തുറക്കും. ഇവിടെ അവർക്ക് കടയിൽ സാധനങ്ങൾ കയറ്റാൻ വണ്ടി വന്നേക്കാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഊഞ്ഞാലാടാണ് കേട്ടോ. മുകളിൽ വന്ന് ഞാൻ എപ്പോഴും ഊഞ്ഞാലാടും. ഞായറാഴ്ച പ്രത്യേകത, കാരണം ഞായറാഴ്ച വണ്ടികളൊന്നും പോലെ സുഖമായിട്ട് ഇങ്ങനെ. അല്ലാത്ത ദിവസം വണ്ടികളുടെ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഡിസ്റ്റർബൻസ് ആവും. ഇപ്പോൾ നല്ല കാറ്റും. നമ്മൾ നേരെ തന്നെ നോക്കിയാൽ കാണാമല്ലോ. തന്നെ നോക്കിയാൽ നെറ്റ് ഇപ്പം നെറ്റ് എന്ന് ജസ്റ്റ് മുകളിലേക്ക് എന്ന് വെച്ചാൽ മൊത്തം കാറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ കാറ്റ് കിട്ടും, കാരണം ഇവിടെ നിന്ന് ഇതുണ്ട്, ഇവിടെ നിന്ന് ഹോളിൽ കാറ്റ് കിട്ടാണത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാം ഞാൻ. അപ്പോൾ ഈ വീട്ടിൽ ഇനി നമ്മൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനി കുറച്ച് ദിവസം വ്ളോഗിലൊക്കെ വേറെ വീടാണ് കാണിക്കുന്നത്. ഞങ്ങൾ വേറെ വീട്ടിലേക്ക് കുറച്ച് ദിവസം മാറാണ്. അപ്പോൾ അത് തന്നെ കുറച്ച് ദിവസം കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ ഇനി വേറെ വീട്ടിലാവും ഇനി ബാക്കിയുള്ള വ്ളോഗുകളൊക്കെ. ഈ വ്ളോഗ് ഈ വീട്ടിൽ, ബാക്കിയുള്ള വ്ളോഗൊക്കെ വേറെ വീട്ടിലാവും. ഫ്രണ്ട്സ്, ഞാൻ ഊഞ്ഞാലാടിൻ്റെ ഇടയിൽ നമ്മൾ നേരെ നെറ്റ് പൊന്തിച്ച് നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് കടയുടെ കുറച്ച് പേര് ഇരുന്നിട്ട് ചെസ്സൊക്കെ കളിക്കുന്നത് കാണാനുണ്ട്. അപ്പോൾ ഊഞ്ഞാലൊക്കെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്, ചെസ്സ് കളിക്കുന്നുണ്ട് അവർ. ഉച്ചയ്ക്ക് ഞായറാഴ്ച സമയത്ത് ഇവിടെ മൊത്തം ആൾക്കാർ കൂടിയിരിക്കും. ഈ ഭാഗത്തൊക്കെ മൊത്തം കൂടിയിരിക്കും ചെസ്സ് കളിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ താഴത്തേക്ക് പോവാണ് കേട്ടോ. മുകളിൽ കുറച്ചേരെ പോയിട്ട് താഴത്തേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമുളക് കുറച്ചേരം ഉണ്ട്. അപ്പോൾ ഞാൻ ഉപ്പുമുളക് കാണാൻ TV വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 4:25 ആയിട്ടുണ്ട്. ഉപ്പുമുളക് കണ്ടു കഴിഞ്ഞു. അരമണിക്കൂറത്തെ ഇതായിരുന്നു TV-യിൽ, അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി സ്നാക്സ് ഒന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, പഴുത്ത മാങ്ങ കുറേ നാളെ കഴിച്ചിട്ട് ഇപ്പം അധികം കഴിക്കാറില്ല. ഞാൻ ഒരാഴ്ച മുമ്പ് കഴിച്ചു. ഇപ്പോൾ കുറച്ച് കിട്ടി പഴുത്ത മാങ്ങ. നേരത്തെ കുറച്ച് ജ്യൂസ് അടിച്ചു, രാവിലെയും ഉച്ചയ്ക്കായിട്ട്. ഇപ്പോൾ കുറച്ച് ജ്യൂസ് അടിക്കണം. അപ്പോൾ ജ്യൂസ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മാങ്ങ 2 എടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, അപ്പോൾ 2 ധാരാളമാണ്. അപ്പോൾ ഞാനത് മാങ്ങ അരിയണം. അടുത്ത സ്റ്റെപ്പ് ഈ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മാങ്ങ എന്തെങ്കിലും മുറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്തൊരു ജ്യൂസ് കഴിക്കാൻ കൊതി. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. കുറേ നാളായി അന്ന് മാങ്ങ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ജ്യൂസ് കഴിക്കാൻ പറ്റിയില്ല. അന്നാണ് കുറേ നാളൊക്കെ ശേഷം അന്നാണ് മാങ്ങ കഴിച്ചത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ കിട്ടി. ഇപ്പോഴും 5-6 കിട്ടി. രാവിലെ കുറച്ച് കഴിച്ചു, ഇപ്പോൾ കുറച്ച് കഴിച്ചു. ഇപ്പോൾ ബാക്കി ജ്യൂസ് കഴിക്കാൻ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ മാങ്ങ ചെത്തണം നല്ല പഴം 2 ഉണ്ട്. പിന്നെ തൊലിയൊക്കെ എടുത്തിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ ഭാഗങ്ങളൊക്കെ, ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കേട് നോക്കി എടുക്കണം. കാരണം അല്ല കൊത്തിയതാണെങ്കിൽ ചില ഭാഗം, അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങ അരിയാണ് അടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മാങ്ങ റെഡി ആയിട്ടുണ്ട്. ചെത്തി വന്നപ്പോൾ ഇത്ര കിട്ടിയുള്ളൂ. എന്നാലും ഒരുവിധമൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ചിട്ടിട്ട് ജ്യൂസ് അടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. പിന്നെ ഒരു കാര്യം വീഡിയോൻ്റെ തുടക്കത്തിൽ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ മറന്നു. ഇത്ര ദിവസം വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം
ഇവിടുത്തെ വൈഫൈൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫൈൻ്റെ മാറ്റാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വൈഫൈ റെഡിയായി കണക്കായി സെൻറ്ററിലേക്ക് വയർ കണക്ഷനൊക്കെ ഇത് പോയേക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അത് ശരിയായി വന്നത്. അപ്പോൾ ഇനി ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അതാണ് ഇത്ര ദിവസം വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നത്. അതാണ് ഇത്ര ദിവസം വീഡിയോസ് ഒന്നും ഉണ്ടാകുന്നത്. എല്ലാവരും ക്ഷമിക്കണം, മനഃപൂർവ്വം അല്ല. ഇതാണ് പ്രശ്നം, വൈഫൈൻ്റെ പ്രശ്നം. അപ്പോൾ ഇന്നും വീഡിയോസ് ഉണ്ടാവും. വീഡിയോ ഇടാൻ ഒരുവിധം മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തത് കാണുമ്പോൾ തന്നെ നല്ല മധുരം, നല്ല കളറ്. അപ്പോൾ ഞാൻ കുറേ കഴിച്ച് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് ജ്യൂസ് അടിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നാക്കി വെച്ച മാങ്ങ ഇതിൽ ചേർത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളം ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം വെച്ചെടുക്കാം. ഈ വെള്ളം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഈ തണുപ്പ് പോരെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോ പിന്നെ ഐസ് ക്യൂബൊക്കെ ഇടാം. അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആദ്യം കുറച്ച് വെള്ളം വെച്ച് വെക്കുക. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചാൽ ഇതുപോലെയാവും, നന്നായി ലൂസ് പോലെയാവും. അത് നമുക്ക് കുറച്ചിട്ടിട്ട് നമുക്ക് മിക്സിയിൽ അരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വീണ്ടും പഞ്ചസാര അത്യാവശ്യം വെച്ചിട്ട് ഒരു 6 സ്പൂൺ വീണ്ടും ഒഴിച്ചു. എന്നിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വീണ്ടും എക്സ്ട്രാ വെള്ളം ഒഴിച്ചു പഞ്ചസാരയോടൊപ്പം. നമ്മളിനി കപ്പിലോട്ട് മാറ്റാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി കുടിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ഐസ് ഇടണം. നല്ല കുറച്ച് എനിക്ക് തണുപ്പോടുകൂടി മാങ്ങ ജ്യൂസ് കഴിക്കാൻ ഇഷ്ടം. ഇനി ഈ ഐസ് തീർന്നെങ്കിൽ നമുക്കിനി കുറച്ച് ഫ്രിഡ്ജ് വെച്ച് കഴിക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, അറ്റ്ലാസ്റ്റ് നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഐസ് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഐസ് ഇട്ട് ഒരു 10-15 ഐസ് ക്യൂബ് ഉണ്ടായിരുന്നു. 2 ഐസ് ട്രേ ഉണ്ട്. പുതിയ ഫ്രിഡ്ജ് അതിന് വേറെ ഐസ് ട്രേ കൂടി കിട്ടി. അപ്പോൾ 2 ഐസ് ട്രേ കൂടിയിട്ട് അത്യാവശ്യം ഐസ് കിട്ടി. അപ്പോൾ അത്യാവശ്യം ഒരുവിധം തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുടിച്ച് നോക്കാം. കണ്ട ഗൈസ്, നമ്മുടെ മാംഗോ ജ്യൂസ് നമുക്കിനി കുടിച്ച് നോക്കാം. കറക്റ്റ് മധുരം. നമ്മൾ പഞ്ചസാര അത് ഒഴിച്ചപ്പോൾ കുറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും പഞ്ചസാര ഇട്ടു. പഞ്ചസാരയുടെ ഒപ്പം വെള്ളം കൂട്ടി നമ്മൾ. അത് നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാം. കാരണം ഇതിപ്പോൾ മൊത്തം കുടിക്കുമ്പോൾ നമ്മുടെ ഐസൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചാകുമ്പോൾ ഐസൊക്കെ കുറച്ച് പിടിക്കും. നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഗ്ലാസ്സിൽ ചെയ്യാം. അപ്പം അത്യാവശ്യം ഐസൊക്കെ ഗ്ലാസ്സിലേക്ക് തന്നെ ഈ ഗ്ലാസ്സിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ബാക്കി ഇതിൽ കുറച്ചുണ്ട് ലേശം. നമുക്ക് കുറച്ചുണ്ട് കുടിക്കാം. കുറച്ച് ഫ്രിഡ്ജിൽ ഇതായ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുടിക്കാം. നമ്മൾ 4:30 ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ സമയം 5 മണി ആവറായി. 4:50 ആയിട്ടുണ്ട്. നമുക്കത് കുടിച്ച് നോക്കാം. നല്ല ദാഹവും വിശപ്പൊക്കെ ഉണ്ട്. വിശപ്പിന് വേറെ സ്നാക്സും കാണൊന്നും ഇല്ല. ഐസിൻ്റെ കഷ്ണങ്ങൾ വായിക്കുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് ഐസ് അരിഞ്ഞിട്ടാണ് കുടിക്കുക. പക്ഷെ നല്ല ദാഹം കേട്ടോ. സൂപ്പർ. അപ്പോൾ ഗൈസ്, അപ്പോൾ നാളെ തൊട്ട് പല വ്യത്യസ്ത വ്ളോഗുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സജഷൻ പറയുക, നിങ്ങൾക്ക് എങ്ങനത്തെ വ്ളോഗുകളൊക്കെ ഇഷ്ടം. ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ നിങ്ങൾക്ക് സജഷൻ പറയട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്ളോഗുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് താമസം മാറുമ്പോൾ നാളെ ഇനി കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ വ്ളോഗിൽ ഞാൻ പറഞ്ഞത് കുറച്ച് വേറെ വീട്ടിലാവും. അപ്പോൾ ഇനി അവിടെ കുറച്ച് വ്യത്യസ്തമായ വ്ളോഗുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരിക. പിന്നെ വൈഫൈൻ്റെ പ്രശ്നങ്ങൾ ഇത്ര ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശരി, വൈഫൈൻ്റെ കണക്ഷൻ ഓക്കെ. അതാണ് ഇപ്പം വേഗം ഇന്നാണ് ശരിയായത് വൈഫൈൻ്റെ കണക്ഷൻ രാവിലെയോടുകൂടി. അപ്പോൾ വേഗം വെച്ചു കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടു. അപ്പോൾ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പം നമുക്ക് ഈവനിങ് റൂട്ടീൻ ആക്കാമെന്ന് വെച്ചു. അതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഒരുവിധം എനിക്ക് വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ നമുക്കിത് കുറച്ച് നിന്നിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാംഗോ ജ്യൂസൊക്കെ കുടിച്ചു. നമ്മൾ
പുറത്ത് കുറച്ച് വന്നിരിക്കാനുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങളൊക്കെ ഹോം ടൂറിൽ കണ്ടത് മനസ്സിലായി. നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തന്നെയാനുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഞാനൊരു ഈവനിങ് കൂട്ടി ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. അതും ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഇട്ടേക്കുന്നത്. ഇവിടെ ഞാൻ ഇൻട്രോ പറഞ്ഞേക്കുന്നത് ഇന്ന് മുകളിലായിരുന്നു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണ് കാറ്റും കൊള്ളാൻ. അല്ലെങ്കിൽ മൊത്തം ഇതായി. ഇപ്പോൾ വെയിലും ഇല്ല. ഇപ്പം 5 മണിക്കായില്ലോ, കുറച്ച് കാറ്റൊക്കെ കൊള്ളാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അധികം തിരക്കൊന്നും ഇല്ല, ഞായറാഴ്ചയല്ലോ. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഇടയ്ക്ക് ബസ് പോകും. കാരണം ഞാൻ പറഞ്ഞു തൃശ്ശൂർ ബസ് പോവാ, ടച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇടയ്ക്ക് വണ്ടികളും കാറുകളൊക്കെ പോവും. പിന്നെ ആ ഒരു ആറ്റനൊക്കെ ഉള്ളത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഈ സമയത്ത് തുറന്നു സൂപ്പർ മാർക്കറ്റ് ഇതുവരെ കാണിച്ചൊന്നുമില്ലേ. അപ്പോൾ കണ്ട അവർക്ക് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ പോവും. നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ജ്യൂസ് കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇരുന്നിട്ട് നമുക്ക് ഞകത്തേക്ക് പോവാം. നോക്കി ഫ്രണ്ട്സ്, റോഡ് മുഴുവനും മൊത്തം ഇലക്ഷൻ്റെ പോസ്റ്ററുകളാണ്. കാരണം ഇത്ര ദിവസം മൊത്തം ഇലക്ഷനാണല്ലോ. BJP, UDF, CPM ഒക്കെ ഉണ്ടോ. മൊത്തം ഇവിടെ ഫ്ലെക്സും ചുമരുമൊക്കെ കാരണം ഇപ്പോൾ മൊത്തം ഇലക്ഷൻ്റെ ബഹളം കഴിഞ്ഞിരിക്കുക സമയമാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു. അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് മൊത്തം ഫ്ലെക്സ് അടിക്കലും മൈക്കിൽ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ്. നമ്മുടെ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പയറില്ലേ, പയറിൻ്റെ നമ്മൾ പാക്കറ്റ് പയറൊക്കെ വാങ്ങിക്കില്ലേ, നമ്മൾ മണ്ണിൻ്റെ ഉള്ളിൽ കൊഴിച്ചിട്ടു. അപ്പോൾ നമ്മളത് കുറച്ചായിട്ട് വളർന്ന് വരികയാണ് കേട്ടോ. ഒരാഴ്ചക്ക് തുടങ്ങി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യമൊക്കെ ആവുന്നുണ്ട് പയറിൻ്റെ ആയിട്ടാ. ഒരാഴ്ച ഇതുപോലെ വെച്ചിട്ടായി അത്യാവശ്യം. പക്ഷേ 4 അല്ലി പയറൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും വളർന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കിടന്നുകൊണ്ട് യൂട്യൂബ് കാണാൻ നിർത്തുന്ന നേരം. അപ്പോൾ കുറച്ച് നേരം യൂട്യൂബ് കണ്ടു. ഞാനിങ്ങനെ കിടന്നുകൊണ്ട് കാണാം. അത് നിങ്ങൾക്ക് എല്ലാവരും ചെയ്യണ കാര്യം. കിടന്നുകൊണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് റീൽസ്, എനിക്ക് എപ്പോഴും അതെ റീൽസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കിടന്നുകൊണ്ടിരുന്ന് കാണും ഞാൻ. അതൊന്നും രസമുണ്ടാവില്ല. സ്ക്രോൾ ചെയ്ത് തീരുന്നത് അറിയില്ല. ഇരുന്ന് കാണാം റീൽസും യൂട്യൂബും കാണലൊക്കെ. അപ്പോൾ ഇപ്പോൾ സമയം എത്ര മണി? ഇപ്പം സമയം 5:45 അപ്പോൾ നമുക്കിനി കുറച്ച് നേരം അപ്പം ഇനി കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കുളിക്കാൻ പോവാണ്. 5:45. ഞാൻ സാധാരണ 5:00 കുളിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോസ് റീൽസൊക്കെ ഇന്ന് കണ്ടിട്ടുണ്ട്. സമയം നേരം വേണ്ട അറിഞ്ഞില്ല. അപ്പോൾ ഇന്ന് കുളിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ പാലട പായസം. വിഷൊക്കെ അല്ല. അപ്പോൾ 1 ലിറ്റർ ആണ് പറഞ്ഞത്. അപ്പോൾ 1 ലിറ്റർ പാലട പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പാലട പായസം. സദ്യയിൽ ചോദിച്ച് വാങ്ങിക്കും പാലട പായസം, കുറേ ഗ്ലാസ് പാലട പായസം. പിന്നെ 4 മണിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു. കായ ബജിയാണ് വാങ്ങിച്ചത്. 5-6 കൂടെ ഉണ്ട്. ചമ്മന്തി ഇല്ല ഉള്ളിൽ. അത്യാവശ്യം വലിപ്പമുള്ള കായ ബജിയാണ് കേട്ടോ. ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. പക്ഷെ ചമ്മന്തി മുക്കി വയ്ക്കാമല്ലോ ഉള്ളിൽ. അപ്പോൾ ചമ്മന്തി ഇല്ല. കായ ബജി. സ്നാക്സ് വേറെ ഒന്നും ഇല്ലല്ലോ. അതിന് നമ്മുടെ മാംഗോ ജ്യൂസ് ഒരു കായ ബജി കൂടെ വെച്ചാൽ കുറച്ചുകൂടി സ്ഥലമുണ്ട് വയറിൽ. അപ്പോൾ കായ ബജി കൂടെ കഴിക്കാം. പിന്നെ പായസം നമ്മൾ ഇന്നിപ്പോൾ എടുക്കുന്നില്ല. ഇന്നിപ്പോൾ ഇത്ര സാധനങ്ങൾ കഴിച്ചിരുന്നു. നാളെ എടുക്കാനാണ് കേട്ടോ. വിഷൊക്കെ തന്നെ കൊണ്ടുവന്നു പറഞ്ഞത്. 1 ലിറ്റർ പാലട പായസം അത്യാവശ്യം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാലട പായസം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ 5 ഉണ്ട്. ഞാനിപ്പോൾ 1 എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ തൽക്കാലം. അത്യാവശ്യം വലിപ്പുണ്ട്. ചമ്മന്തി ഉണ്ട്. അതാണ് വിഷമം. ചമ്മന്തി സത്യം പറഞ്ഞാൽ ഉണ്ടാവാറുള്ളതാണ്. ചമ്മന്തി തീർന്നു പോയപ്പോൾ കായ ബജി മാത്രമായിട്ട് കിട്ടി. എന്തായാലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കായ ബജി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ചൂട് കുറച്ചങ്ങോട്ടുള്ളൂ. ചമ്മന്തി കൂടി മുക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കാരണം ചമ്മന്തി ഇതിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എരിവും അത്യാവശ്യം മുളകൊക്കെ പിടിക്കും. മുളകിൻ്റെ ചാർക്ക് പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ കായ ബജി കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുളിച്ചിട്ടുണ്ട്. കുളിച്ചപ്പോൾ എന്തൊരു സുഖം പോലെ, നല്ല തണുപ്പൊക്കെ പോലെ. നല്ല വെയിൽ. സത്യം പറഞ്ഞാൽ മഴ വേണമായിരുന്നു.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ മഴ വേണം, കുറച്ച് അധികമല്ല കുറച്ചൊക്കെ, കാരണം തണുപ്പ് വേണം. കാരണം ഉച്ചയ്ക്ക് മൊത്തം ചൂടാതെ തന്നെ മൊത്തം ഇപ്പോൾ കുളിച്ചപ്പോൾ അത്യാവശ്യം തണുപ്പ് വന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് മാംഗോ ജ്യൂസ് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചില്ലേ, അതിപ്പോൾ നോക്കിയപ്പോൾ നല്ല തണുപ്പായിട്ടാണ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടാകും. നമുക്ക് കുടിക്കണം. ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട്. നേരെ കുറച്ച് ഇവിടെ ഇരുട്ടാറായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 6 ആകുമ്പോൾ കുറച്ചായിട്ട് ഇതായിട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ബാക്കി ഇതിലാണ് നമ്മൾ എടുത്ത് വെച്ചത്. വേറെ ഗ്ലാസ്സിലൊന്നാക്കി കുടിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുള്ള ലേശം ഇത്രയുണ്ട്. അപ്പം നമുക്കിത് ഇപ്പം കുടിച്ച് തീർക്കാം. സമയം 6 മണി ആയിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് ഇരുട്ടായി വരുന്നുള്ളൂ. 6 ആകുമ്പോൾ അത്യാവശ്യം ഇരുട്ടൊക്കെയാണ് ഇവിടെ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്നപ്പോൾ എന്താ തോന്നുന്നത്, മധുരം കൂടി തോന്നുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്നപ്പോൾ കുറച്ച് നേരം മധുരം കൂടി, അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞ വെക്കേഷന് ഒരുവിധം എല്ലാ വെക്കേഷന് റീൽസ് എടുക്കാറുണ്ട്. ഫുൾ റീൽസാണ്, ഡെയിലി റീൽസ് ഇടും. പക്ഷേ ഈ വെക്കേഷന് കിട്ടിയിട്ട് വെക്കേഷൻ വന്നിട്ട് ഒരു റീല് പോലെ തന്നെ എടുത്തിട്ടില്ല. കാരണം വേറെ നല്ല സീനറിയും കാണുമൊന്നും ഇല്ല. സീനറിയും പിന്നെ ഒരുവിധം എല്ലാ സോങ്സും ഞാൻ ട്രൈ ചെയ്തു, റീലൊക്കെ വെച്ച് ട്രൈ ചെയ്തു. പിന്നെ ഒരുവിധം എല്ലാവരും റീൽ ട്രൈ ചെയ്തു. പിന്നെ ചില സോങ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റീൽ ട്രൈ ചെയ്തത്. പക്ഷെ അതിനുള്ള ഇത് സീനറി കിട്ടിയില്ല. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും റീൽ ഇടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ റീൽ എടുക്കണതായിരിക്കും. വെക്കേഷൻ ഫുള്ള് നമ്മൾ ഇനി എന്തായാലും മൊത്തം ഫുൾ റീൽ എടുക്കണം. അതിന് റീൽസ് ചെയ്തിട്ട് അധികമൊന്നും എടുത്തിട്ടില്ല. വെക്കേഷൻ എക്സാമിൻ്റെ ആ സമയത്ത് എടുത്തതാണ് റീല്. പിന്നെ ഞാൻ എടുത്തിട്ടില്ല, ഇപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. എടുക്കണം എന്തായാലും. ഒരുവിധം നല്ല നല്ല സീനറികളൊക്കെ വെച്ച് എടുക്കണം. ഞാൻ സീനറി അന്വേഷിക്കുന്ന രീതിയിലാണ് ഇനി നടക്കുന്നത്. അപ്പോൾ റീൽ എടുക്കണം കേട്ടോ. കുറച്ച് റീൽസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒരുവിധം എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും തോന്നുന്നു. ഒരു മഴയും കൂടി പെയ്ത് അടിപൊളിയാവും. പക്ഷെ ഇപ്പൊ മൂടിയ കാലാവസ്ഥയിലാണ് ഇരിക്കുന്നത്. മഴ പെയ്യില്ല തോന്നുന്നു, മിക്കവാറും മഴ പെയ്യില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മൊത്തം റീൽസ് ആവും. പല പല പാട്ടിൽ പല പല സീനറിയിൽ റീൽസ് ആവും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ മാങ്ങ ജ്യൂസ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പം നമുക്ക് ഈ പാത്രം കഴുകിക്കാം. ഒരുവിധം ഞാൻ വയറൊക്കെ ഇതായി ഫുള്ളായി കുടിച്ച് മാങ്ങ ജ്യൂസിൻ്റെ കൊതി തീർന്ന് കിട്ടി. ഞാൻ കൊതിച്ചിരിക്കുന്നു മാങ്ങ എന്ന് ഞാൻ പറയും, ചെത്തി നിന്നു. അപ്പോൾ ജ്യൂസ് അടിക്കാൻ ഒരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊതി മാറി കിട്ടി. നേരത്തെ അത്യാവശ്യം കുടിച്ചു. ഇപ്പോൾ വീണ്ടും അത്യാവശ്യം ഇത്തിരി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പത്ത് ജ്യൂസ് ഞാൻ കുടിച്ചു. അധികം ഐസ് ഇട്ടില്ല കേട്ടോ, കുറച്ച് ഐസ് കിട്ടും. കാരണം പനി വന്നാൽ പണിയാവും. അത് കിട്ടുന്ന വെക്കേഷനാണ്, അത് കൊളാക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 6:15 കേട്ടോ. ഞാനപ്പോൾ പുറത്ത് വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ കാഴ്ചകൾ കാണാം. കുറച്ച് തുടങ്ങി കേട്ടോ. 6 മണി കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 6 മണിയല്ല, 6:15. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നാളെ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ നിന്ന് തിരിച്ച് വരും. കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ അതൊരു അവിടെയാണ്, വേറെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ പല വ്യത്യസ്ത 2 ടാസ്ക് ഉണ്ട് നമുക്കിനി. വ്ളോഗ് എടുക്കണം, പിന്നെ റീൽസ് വെക്കണം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അധികം ഒന്നും ഇട്ടിട്ടില്ല, യൂട്യൂബിൽ പിന്നീടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അധികം ഒന്നും ഇടാറില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പം വ്ളോഗ് എടുക്കണം, റീൽസ് എടുക്കണം. എന്തായാലും മാക്സിമം ഞാൻ വ്ളോഗ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം, റീൽസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നമ്മുടെ ഈവനിങ് ഇപ്പോൾ 6:15 കഴിഞ്ഞു. നമ്മുടെ ഈവനിങ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം 2 സൈഡിലും വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. കാരണം വൈഫൈ ഞാൻ റെഡി ചെയ്ത്. അപ്പോൾ നമ്മുടെ ഈവനിങ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിൽക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ മറിഞ്ഞിട്ട് ഓളമർത്തുക. എന്നാലും നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നതിലേക്കും ബൈ.